കൂടിയിരിക്കുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ആളുകൾക്കുള്ള ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, 4 ദിവസം മുന്നേ ഈ ഫ്ലൈറ്റ് അപകടം നടന്നത്. പേപ്പറുകളിലും മാധ്യമങ്ങളിലും എല്ലാവർക്കും അറിവുള്ളതാണ്. 240 വിമാനം ടേക്ക് ഓഫ് എടുക്കുന്നത് കുറച്ച് ഏതാനും നിമിഷങ്ങൾക്ക് അകം ആ ഫ്ലൈറ്റ് ഒരു ഹോസ്റ്റലിൻ്റെ മുകളിൽ നിലംപതിക്കുകയും 242 പേരിൽ 241 പേര് മരിക്കുകയും അതിനോടനുബന്ധിച്ച് ആ ഹോസ്റ്റലിലുള്ള കുട്ടികളും പിന്നെ കുറച്ച് ആളുകൾ മിസ്സിംഗ് ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ നമുക്ക് ഇന്നത്തെ പേപ്പറിൽ 269 വന്നിരിക്കുന്നത്. ഇനിയും കൂടാനാണ് സാധ്യത. അതുപോലെ തന്നെ അതിൻ്റെ DNA ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു കണക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിരുന്നാലും നമുക്കിപ്പോൾ മരിച്ച ആളുകൾക്കുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഇടവക വികാരിയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടറുമായ വെരി റവറൻ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടനത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓർത്തിനച്ചനും കൊച്ചച്ചന്മാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റി 4 ടേക്കർമാരുണ്ട് ഇവിടെ, അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോമി ചേറ്റിപ്പുഴക്കാരൻ, സോഷ്യലിസം ഫോറം ടോണി ചെറിയാട്, അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസ് പുതിയ ഭാരവാഹികളായി വന്ന സെക്രട്ടറി റോബിൻ കാളിയങ്കര, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, വൈസ് പ്രസിഡന്റ് ഷാജു അബ്രഹാം കന്നംകുളത്തി, ജോയിൻറ്റ് സെക്രട്ടറി വർഗീസ് ജോൺ, രൂപത പ്രതിനിധിയായ എൽസൺ കോട്ടോളി, മിനി കാളിയങ്കര എന്നിവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ബീന രാജേഷും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളെയും ഇടവക ജനങ്ങളെയും മറ്റു സഹോദരങ്ങളെയും ഞാൻ ഈ അനുശോചന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2 വാക്ക് പറയുന്നതിനായിട്ട് നമ്മുടെ വികാരി അച്ഛനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിലുണ്ടായ വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവം നമ്മളെല്ലാവരെയും ഒരേപോലെ നിർത്തിയതാണ്, വേദനിപ്പിച്ചതാണ്. ഇവിടെ നിൽക്കുന്ന നമ്മളെല്ലാവരും തന്നെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം വിമാന യാത്ര എന്ന് പറയുന്നത് ഒരു സാധാരണ അനുഭവമായി മാറിയിരിക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ കുറച്ച് പേരുടെ മാത്രം ഒരു സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാവരും തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊക്കെ ടിക്കറ്റ് ചെക്കിങ്ങും ക്ലിയറൻസും ഇമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞാൽ വിമാനത്തിൽ കയറാനുള്ള വലിയ സന്തോഷം മനസ്സിൽ സുരക്കൂട്ടി ലോഞ്ചിൽ കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന 242 പേര് എയർ ഇന്ത്യ വിമാനത്തിൽ കയറി ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ടു. മുംബൈയിൽ നിന്നും വിമാനം ഉയർന്നു. മിനിറ്റ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഉയർന്ന് 500-600 മീറ്റർ ഉയരത്തിൽ വിമാനം എത്തിക്കഴിഞ്ഞപ്പോൾ വിമാനം മുകളിലേക്കല്ല പിന്നെ പോകുന്നത് താഴേക്കാണ്. എവിടെയാണ് തകരാറ്, എവിടെയാണ്, ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? മാനുഷികമായിട്ടുള്ള തെറ്റാണോ, അതോ പിന്നെ തകരാറാണോ, അതോ ഒരു നിയോഗമാണ് എന്ന് പറയുന്നത്? ഏതായാലും വലിയ സന്തോഷത്തോടുകൂടി വിമാനത്തിൽ കയറി കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ മിനിറ്റുകൾക്കുള്ളിൽ അവർ അഗ്നികുണ്ഡത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ്. 1,00,000-ലധികം ലിറ്റർ ഫ്യൂവൽ ഉണ്ടായിരുന്നവത്രയാണ് ആ വിമാനത്തിൽ. 1,00,000-ലധികം ലിറ്റർ. അത് മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് കത്തിയാൽ ഉണ്ടാകുന്ന അനുഭവം നമുക്കില്ല. അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതങ്ങളും അവരുടെ അധ്വാനവുമെല്ലാം നിമിഷങ്ങൾക്കകം കത്തി ചാരമായി ചാടാം.
മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. ഒരുപക്ഷെ ദൈവം അവരെ ഒരു കരുവാക്കി, അല്ല അവരുടെ ജീവിതം വഴിയായി നമ്മളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഒരു അനുഭവം ദൈവം തന്നു. മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് തുടങ്ങി നമ്മളൊക്കെ എത്ര ഇനിയുണ്ടാകും, നമ്മുടെ ഇന്നത്തെ വൈകാരിക ഭാവം ഉണ്ടായിരിക്കും എന്നതും അടുത്ത നിമിഷത്തിൽ നമുക്ക് പറയാനാകും. അതുകൊണ്ട് നമ്മൾ 269 ഇന്നത്തെ പത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊക്കെല്ലാം അതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്, മരിച്ചു കാണാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഈ സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി പ്രാർത്ഥിച്ച് നേരുന്നതോടൊപ്പം നമ്മുടെ ബന്ധുജനങ്ങൾക്ക് ദൈവത്തിന് പ്രത്യേക സംരക്ഷണം, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആദരാഞ്ജലികൾ പുഷ്പാർച്ചനയായിട്ട് നമ്മളിവിടെ കാഴ്ചവെക്കുകയാണ്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച കത്തീഡ്രൽ KCC സംഘടനയ്ക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. KCC സംഘടന സമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദനം തിരിച്ചറിയുന്നവരാണ്. ആ ഹൃദയസ്പന്ദനം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് KCC സംഘടന. അവരുടെ ആ വലിയ ആത്മാർത്ഥതകൾ ദൈവം കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസമാകുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആശംസകൾ അവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നേർന്നുകൊണ്ട് ഈ പുഷ്പാർച്ചന അർപ്പിക്കുന്നു. പിതാത്മാക്കൾക്ക് നിത്യശാന്തി നേടും. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ അത് നന്നായിട്ട് ബാക്കിലേക്ക് ഇറങ്ങി നേരെ ലെവലിലേക്ക് കിട്ടിയോ. ചേച്ചി കുടുംബസമ്മേളനം സമിതി പ്രസിഡന്റ് ജോണി ചെയ്തുകൊണ്ട് പുഷ്പാർച്ചന അർപ്പണമായി ക്ഷണിക്കുന്നത്. കത്തീഡ്രൽ KCCയുടെ മുൻ പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരനെ ക്ഷണിക്കുന്നു. കത്തീഡ്രൽ KCCയുടെ മുൻ വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പുള്ളിയെ ക്ഷണിക്കുന്നു. കത്തീഡ്രൽ പള്ളിയുടെ അസിസ്റ്റന്റ് വാലി ഓസ്റ്റിനച്ചിനെ പുഷ്പാർച്ചനയെ ഞാൻ ക്ഷണിക്കുന്നത്. കത്തീഡ്രൽ സോഷ്യൽ ആക്ഷൻ പ്രസിഡന്റ് ടോണി ചെറിയാടിനെ ക്ഷണിക്കുന്നു. കത്തീഡ്രൽ KCCയുടെ വൈസ് പ്രസിഡന്റ്
ഷാജു അബ്രാഹ്മണിനെ കൊടുക്കുകയും കത്തീഡ്രൽ AKCCയുടെ വൈസ് പ്രസിഡന്റ് ബീന രാജേഷിനെ ക്ഷണിച്ചു പോകുന്നു. കത്തീഡ്രൽ AKCCയുടെ സെക്രട്ടറി റോബി കടയങ്കരയെ പുഷ്പാർച്ചന അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചു പോകുന്നു. കത്തീഡ്രൽ AKCCയുടെ ജോയിന്റ് സെക്രട്ടറി വറീസ് ജോണിനെ പുഷ്പാർച്ചന ചെയ്യുന്നതിനായി ക്ഷണിച്ചു പോകുന്നു. കത്തീഡ്രൽ AKCCയുടെ മുൻ ട്രഷറർ വിൻസെന്റ് കോമ്പാറക്കാരനെ പുഷ്പാർച്ചന നടത്തുന്നതിനായി ക്ഷണിച്ചു പോകുന്നു. കത്തീഡ്രൽ AKCCയുടെ മുൻ വൈസ് പ്രസിഡന്റ് JP ജോയിയെ പുഷ്പാർച്ചന നടത്തുന്നതിനായി ക്ഷണിച്ചു പോകുന്നു. കത്തീഡ്രൽ AKCCയുടെ അംഗവും ഇരിങ്ങാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്ന മുൻ വൈസ് ചെയർമാനായിരുന്ന ശ്രീ PT ജോർജ് അവരുടെ ക്ഷണിച്ചു. മുൻ പ്രസിഡന്റ് ശ്രീ ബാബു ചേലക്കത്ത് വർമ്മലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കത്തീഡ്രൽ CLCയുടെ അംഗവും മുടിയാട് പഞ്ചായത്ത് മെമ്പറുമായ തോമസ് കോവലത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. AKCCയുടെ മെമ്പറും വ്യാപാരി വ്യവസായി പ്രസിഡന്റുമായ ശ്രീ ഷാജു പാറേക്കടൻ അവരുടെ പുഷ്പാർച്ചന നടത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കത്തീഡ്രൽ AKCC ട്രഷറർ ഡേവിസ് ചക്കാലിക്കലിനെ ക്ഷണിച്ചോളൂ. ഇടവാംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം.